അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽ ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട്, പ്രത്യേകിച്ച് ഈ സമയമില്ലാത്ത കുറേ സ്ത്രീകളുണ്ടല്ലോ. അപ്പോൾ സമയമില്ലാത്തവർക്ക് എങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ അനലറ്റിക്സ് വെച്ചിട്ട് ഒരു നല്ല കോണ്ടൻറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. നോർമലി ഞാനിപ്പോൾ ഇത് സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ എൻ്റെ വീഡിയോ പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഒരു നമ്മുടെ സക്സസ് മന്ത്ര ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് ഇതുപോലൊരു മീറ്റ് നടത്തിയാൽ നന്നായിരിക്കും തോന്നി. കാരണം കുറച്ച് ഡൗട്ട്സൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ ചാനലിൻ്റെ അനലറ്റിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ChatGPT പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, നമ്മൾ കോണ്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് പറ്റുന്ന കണ്ടൻറ്റ്. അതായത് എല്ലാവർക്കും ഈ കണ്ടൻറ്റ് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്, കാരണം കുക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ അനലറ്റിക്സിൽ ഡാറ്റ എടുക്കണം. അപ്പോൾ അനലറ്റിക്സിൽ ഡാറ്റ എടുക്കുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും മൊബൈലിൽ ചെയ്യുന്നതുകൊണ്ട് മൊബൈലിൽ കുറച്ചുകൂടി നല്ലതെന്ന് വിചാരിക്കുന്നു. ഞാൻ മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു കാണുന്ന ചാനലിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിൻ്റെ അനലറ്റിക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് ഈ അനലറ്റിക്സ് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അനലറ്റിക്സ് ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ പിന്നെ താഴോട്ടേക്ക് വരിക. താഴോട്ടില്ല, മുകളിൽ തന്നെ എന്ത് ചെയ്യുക, ഇതിൽ ഓഡിയൻസിന് എടുക്കുക. ഓഡിയൻസിനെടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ താഴോട്ടേക്ക് വന്നിട്ട് നമ്മൾ താഴെ വരുന്ന സമയത്ത് ഓഡിയൻസ് കാണും. നമ്മൾ ഓഡിയൻസിൽ പിന്നെ ഏജ് കാണാൻ പറ്റും, നമുക്ക് ഏജ് കാണാൻ പറ്റും, അതുപോലെ ജെൻഡറും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിൽ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഏജും കാണാൻ പറ്റും, പിന്നെ അവരുടെ ജെൻഡറും കാണാൻ പറ്റും. ഏത് സ്ത്രീകളാണോ, പിന്നെ കുട്ടികളാണോ, അല്ലെങ്കിൽ മെയിലാണോ, കുട്ടികളൊന്നും ഇല്ല, സോറി, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നോക്കി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കും. ഞാൻ മൊബൈലിൽ കാണിച്ചു തരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മൊബൈലാകുമ്പോൾ എല്ലാവരും മൊബൈലല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് മൊബൈലിൽ കാണിച്ചത്. ഞാനിതിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് നേരെ ChatGPT വരിക. ഇപ്പോൾ ഇത് കുക്കിംഗ് വീഡിയോ ആണ് ചാനലിൽ കൂടുതലുള്ളത് ആണല്ലോ. അപ്പോൾ നേരെ ChatGPT വന്നിട്ട് എന്ത് ചെയ്യാം, ChatGPT ജെമിനി രണ്ടും യൂസ് ചെയ്യാം നമുക്ക്. നേരെ വന്നിട്ട് എന്ത് ചെയ്യാം, ChatGPT വന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ പറയേണ്ടത് പിന്നെ നമ്മൾ വീഡിയോ ചാനൽ എന്താണെന്ന് പറയാം, അതായത് എന്താണ് നിഷ് ടോപ്പിക് എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് പിന്നെ ഈ ഏജ് വെച്ചിട്ടുള്ള ആൾക്കാർ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മൾ കേരളത്തിലാണെന്ന് പറയാം, മലയാളമാണ് സംസാരിക്കുന്ന ആളുകളാണെന്ന് പറയാം. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. എത്രത്തോളം ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് വരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ കൊടുക്കുന്നത് മലയാളത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇത് ആദ്യം കൊടുക്കുന്നത് ഇത് എൻ്റെ ചാനലിലെ ഓഡിയൻസ് ഡാറ്റ ആണെന്നുള്ളതാണ്. ഇതിന് മുന്നേ ChatGPT കൊടുക്കേണ്ട മറ്റൊരു കമാൻഡ് ഉണ്ട്, അതായത് പിന്നെ ആക്ട് ആസ് യൂട്യൂബ് സ്ട്രാറ്റജിസ്റ്റ് എന്നോ അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്നോ നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം. ഒരു കോമ ഇട്ട് കൊടുത്തിട്ട് സ്പേസ് കൊടുക്കുക. ഇതെൻ്റെ ചാനലിലെ ഡാറ്റയാണ്, ഓഡിയൻസ് ഡാറ്റയാണ്. കൂടുതൽ
അപ്പം ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആക്ട് ആസ് എ കണ്ടൻറ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് ഇതെൻ്റെ ചാനലിലെ ഡാറ്റയാണ് അതിൽ പിന്നെ മലയാളികളാണ് കൂടുതൽ, ബാക്കി ഡാറ്റ വെച്ചിട്ട് എനിക്ക് ഒരു 7 ഡേയ്സിലേക്കുള്ള പിന്നെ കോണ്ടൻറ് ഐഡിയാസിനെ തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യും, ChatGPT ഐഡിയ തരും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ChatGPT ഐഡിയ തന്നാലും ആ മുഴുവൻ ഐഡിയയും നിങ്ങൾ അതുപോലെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇൻസൈറ്റ് തരും, നമ്മൾ അത് വെച്ച് ബാക്കി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് അത് അതുപോലെ കോപ്പി ചെയ്യണം എന്നല്ല, ഒരു രൂപം തരും, ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ, ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ളത്. അപ്പം ഈ ഒരു ചാനലിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് എന്ന് പിന്നെ ഇവിടെയുണ്ട്. അതായത് കോർ ഓഡിയൻസ് 25 മുതൽ 34 ഏജ് ഉള്ളവരാണ് 55% ഉള്ളത്. അതുപോലെ തന്നെ ഇവർ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഫേസ്, ഇൻകം, ടൈം മാനേജ്മെൻറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടും. ജെൻഡർ കൂടുതലും ഫീമെയിലാണ്, 71% സ്ത്രീകളാണ് കാണുന്നത്. അപ്പോൾ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് ആയിരിക്കണം. പിന്നെ ഫിയർ റിഡക്ഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഷുറൻസ് ടോൺ, എനിക്കും പറ്റുമെന്ന കോൺഫിഡൻസ് തരുന്ന കോണ്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടൻറ്റുകളാണ് ഇതിൽ കൂടുതൽ പെർഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടൻറ്റ് ഡയറക്ഷൻ മലയാളം കേരള പോകുന്ന ഓഡിയൻസ്, കൺഫ്യൂഷൻ ക്ലാരിറ്റി. അപ്പോൾ 7 ഡേയ്സ് ഹീറോ കണ്ടൻറ്റ്. അതായത് ഇതിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്, ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം എന്താണ് ഹീറോ കണ്ടൻറ്റ്, എന്താണ് പിന്നെ നമ്മുടെ ഹബ്ബ് എന്നൊക്കെ അറിയാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് ഉണ്ട്, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാൻ, ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ തരാം ആളുകൾക്ക് ആയിരിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ. അതിൻ്റെ ടെലിഗ്രാമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, വീഡിയോ, അതിൻ്റെ ലിങ്ക് തരാം. നമ്മളിതിൽ ഒന്ന് കൊടുക്കാൻ മറന്നുപോയി, അതായത് നമ്മളിത് കുക്കിംഗ് ചാനലാണെന്ന് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ വന്ന റിസൾട്ട് എനിക്കുള്ളതാണ്. അതായത് സാബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിന് വേണ്ടിയിട്ടുള്ള ഈ റിസൾട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇത് മാറിപ്പോയത്. അപ്പോൾ ഇനി കുക്കിംഗ് കൊടുക്കുന്ന സമയത്ത് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നാക്സ്, 5 മിനിറ്റ് വീഡിയോ, അതുപോലെ തന്നെ ഹെൽപ്പ്, ചോറ് ഒന്ന് എന്ത് ചെയ്യും. അതാ ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ, പിന്നെ ഇതിൻ്റെ ഒരു ഐഡിയ എടുക്കുക, അത് അതുപോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇത് വേർഡ് ബൈ വേർഡ് നിങ്ങൾ ചെയ്യണമെന്നില്ല, പക്ഷേ ആ കുട്ടികൾക്കുള്ള സ്നാക്സിൽ ചിലപ്പോൾ വർക്കാവും. ഓവൻ ഇല്ലാതെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഇത് വൺസ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിനിൽ നമ്മളെ ബൾബ് കത്തും. ബൾബ് കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിനെടുത്ത് പിടിച്ചിട്ട് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എനിക്ക് ഈ ഓവൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറേ ഡീറ്റെയിൽസ് തരും. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച്, ഇതിപ്പോൾ സമയമില്ലാത്തവർക്കെന്ന് പറഞ്ഞിട്ട് ഇത് ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ റീച്ച് വരും. മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സാധനം ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അടിപൊളിയായിട്ട് റീച്ച് വരും. അപ്പോൾ ഇത് പഠിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്ലാൻ വേണമെങ്കിൽ വീണ്ടും ChatGPT ഇട്ടിട്ട് അതിൻ്റെ ഹൂക്കിനെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ചോദിക്കാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതിൽ ഓവൻ ഇല്ലാതെ ഇതിനെ സെലക്ട് ചെയ്ത്
നമ്മൾ ഈ ടോപ്പിക്കിൽ എന്ത് ഹൂക്ക് നൽകാമെന്ന് ചാറ്റ് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ ഹൂക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ചാറ്റ് ജി പി ടി നമുക്ക് പറഞ്ഞുതരും. ഇതും ഈ പറഞ്ഞതുപോലെ ഈ ഹൂക്ക് നമ്മളതായ രീതിയിൽ മാറ്റിയിട്ട് നിങ്ങൾ പറയാം. കുറേ ടൈപ്പ് ഹൂക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിൽ ഏത് ഹൂക്സിനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം പിന്നെ ബഡ്ജറ്റ് കേക്ക് വേണം, പക്ഷേ ഓവൻ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് നിങ്ങളുടേതായ രൂപത്തിൽ മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആക്സിറ്റീസ് ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഇംഗ്ലീഷും മലയാളം വരുന്ന സമയത്തുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ ഇതിൽ വരും. ഇതേപോലെ തന്നെ ജെമിനി ഉപയോഗിക്കാം. പക്ഷേ ജെമിനി ഇത് ബെറ്റർ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ കുറച്ചുള്ള റിസൾട്ടേ കിട്ടിയിട്ടുള്ളൂ ജെമിനിയിൽ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്കൊന്ന് കൂടുതൽ ചാറ്റ് ജി പി ടി തന്നെയാണ് നല്ലത്. ജെമിനിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ടോപ്പിക്കിനും എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഒരുപാട് സജഷൻസ് വരും. അപ്പം നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ എടുത്തിട്ട് ഇതേപോലെ നോക്കിയിട്ട് ചെയ്യാം. ഇത് ചെയ്യുമ്പം നല്ല കുറേ ഐഡിയാസ് കിട്ടും. നമുക്ക് വൈറലാവാൻ സാധ്യതയുള്ള ഇപ്പം നമ്മൾ ഹീറോ ഹബ്ബ് ഒക്കെ പറഞ്ഞ പോലെ അതിലുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ കിട്ടും. അപ്പം എനിക്ക് വേണ്ടിയിട്ട് നേരത്തെ കുറച്ചൊക്കെ നോക്കിയതാണ്. അത് നോക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് ഇതുപോലെ ലൈവായിട്ട് ക്ലാസ്സായിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻട്രാക്ഷൻ വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് കുറേ ആളുകൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ മൊബൈൽ കാണിച്ചു തന്നത്. അപ്പം നമ്മൾ ഫോണിലാണെങ്കിലും പിന്നെ അതുപോലെ പി സിയിലാണെങ്കിലും ഇപ്പോൾ ചാറ്റ് ജി പി ടി ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ അനലറ്റിക്സും ഒരുപോലെ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യുക. പി സിയിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ട്, കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പം നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്നവരോടാണ്, നമ്മൾ മീറ്റിലുള്ളവരോടല്ല, യൂട്യൂബിൽ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ ക്ലാസ്സുകൾ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന ആളുകളോടാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈവായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഹലോ സാർ. പറഞ്ഞു. നമ്മൾ ഞാൻ യൂട്യൂബ് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലെ കുറച്ച് കണ്ടന്റ് അതിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ഏതിലായിരുന്നു? അതിൽ ചോദിക്കാം, യൂട്യൂബിൽ ചോദിക്കാം. പക്ഷെ അത് നമ്മൾ ഈ അനലറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൂടുതൽ വ്യൂവേഴ്സ് ആരാണ്, ഏത് ഏജാണ്, അവർ മലയാളികളാണോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലുള്ളവരാണോ എന്ന് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വരും. കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതിനനുസരിച്ച് കൂടുതൽ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ വരും. അതുപോലെ എനിക്കൊരു കണ്ടന്റ് കിട്ടിയത് നമ്മൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ എന്നുള്ളൊരു ട്രെൻഡ്സിൽ വരുന്നത് കണ്ടന്റ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഇൻസ്പിറേഷൻ വീഡിയോസ് ഷോർട്സ് എന്നൊക്കെ ഉള്ളൊരു പോർഷൻ ഉണ്ടല്ലോ. അതിൽ നല്ല നല്ല കണ്ടന്റ് ഞാൻ അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തു. എന്നിട്ട് റീച്ച് ഉണ്ടായിരുന്നോ? അതിൽ നിന്ന് പറഞ്ഞാൽ അടുത്ത 24K. അതെ, അത് അങ്ങനെ നമ്മളതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി ചെയ്താൽ മതി. നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൈറ്റ്സ് തരാണ് ചെയ്യുക. അതായത് നമുക്ക് പിന്നെ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള ഐഡിയ, നമുക്കൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് നോക്കുമ്പം കൊള്ളാലോ, ഇത് ചെയ്യാം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ തന്നെ എനിക്ക് കിട്ടിയത്, ഞാൻ നേരത്തെ എന്ത് വീഡിയോ അതിൽ നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ
എനിക്ക് തോന്നിയതാണ്. ഞാൻ മുന്നേ ഇങ്ങനെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡാറ്റ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി, ഞാൻ ചെയ്തപ്പോൾ ChatGPT എനിക്ക് കുറേ സാധനങ്ങൾ തന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ പിന്നിൽ ആ ChatGPT തന്ന കുറച്ച് നിർദ്ദേശങ്ങളിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. ഞാൻ സ്റ്റോർ ചെയ്യുന്നത് 8 മണിക്കായിരിക്കും രാത്രി. കുറച്ച് ഡൗൺ 2 വീക്സ് ആയിട്ട് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് പിന്നെ ടൈം. അപ്പം ഇതുപോലെ തന്നെ ആസ്കേ ക്വസ്റ്റിനെ ചോദിച്ചപ്പം 12 മണി തൊട്ട് 2 മണി വരെ നിങ്ങളുടെ ഓഡിയൻസ് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 1 മണിക്ക് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ ആ സമയത്ത് കുറച്ച് ഡൗൺ ആയിരുന്നു. പിന്നെ സന്ധ്യയോടുകൂടി അതും കയറി. കുഴപ്പമില്ല, 6K അടുക്കാറായി. പക്ഷെ അത് സാധാരണ എന്റെ നോർമലി എന്റെ പോകുന്നത് ബ്രൗസറിലായിരുന്നു പോകുന്നത്. പക്ഷെ ഈ വീഡിയോ സജസ്റ്റ് അതിലെ കൂടാണ് പോകുന്നത്. പറഞ്ഞിട്ടില്ലേ ബ്രൗസർ? അല്ല, അത് കുഴപ്പമില്ല. അത് ബ്രൗസ് ഫീച്ചറിലായാലും സജഷനിലായാലും പോയാൽ മതി. ഏതിലായാലും അതിലേതും ഒന്നിൽ പോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ബ്രൗസ് ഫീച്ചർ തന്നെ മുകളിൽ വേണമെന്നൊന്നുമില്ല. ചിലത് ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പം അത് കയറിപ്പോയത് വീണ്ടും പഴയ സമയത്ത് തന്നെയല്ലേ. അതാണ്. അപ്പോൾ അത് ഈ അനലറ്റിക്സിൻ്റെ ഡാറ്റ ഉണ്ടാവും ഓരോരാളുടെ, പിന്നെ വീഡിയോ എപ്പോഴാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട്, കാരണം ഒന്നാമത് ഈ അനലറ്റിക്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസൊന്നും നമുക്കാർക്കും അറിയില്ല. അത് ഫുള്ളി യൂട്യൂബിൻ്റെ സൈഡാണ്. യൂട്യൂബിൻ്റെ ഭാഗത്ത് അവരുടെ ടെക്നിക്കൽ ടീം, അവരുടെ ടീമാണ് ഈ അനലറ്റിക്സിൻ്റെ മുഴുവൻ സാധനം കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് പല പല സാധനങ്ങളും അവിടെ ഉണ്ടാവും. അനലറ്റിക്സിൽ തന്നെ പല റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് AI ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരിതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് കുറേയൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതായിരിക്കും നല്ലത്. 8 മണിക്കല്ല, എനിക്ക് തോന്നുന്നു 7 മണിക്കൊക്കെ ആക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം അപ്പോഴേക്കും 8 മണിയാകുമ്പോഴേക്കും ഒരുപാട് ആളുകളിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്. പറഞ്ഞു. ഞാൻ ചെയ്ത് നോക്കട്ടെ. ഹീറോ കണ്ടന്റ് സാറിന്റെ അന്നത്തെ ഹീറോ കണ്ടന്റിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് നന്നായിട്ട് അത് ഉപകാരമായി. അത് 50K മേലെ പോയിട്ടുണ്ടല്ലോ ആ വീഡിയോ. അപ്പൊ ഇനി സാറ് പറഞ്ഞ ഈ ഒരു ടിപ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്നതില് സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എന്താ ചെയ്യുന്നത്? അത് മനസ്സിലായി സാറ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ അത് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. സാറ് അന്നത്തെ ആ ഒരു ഹീറോ കണ്ടന്റിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ആ ഒരു ക്ലാസ് കേട്ടപ്പോ അത് ആ ഒരു ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഈ ഒരു ക്ലാസ് സാറ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഓടി. കാരണം അന്നത്തെ ആ ഒരു ക്ലാസ് എനിക്ക് കേട്ടതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എനിക്ക് ഓടാൻ കാര്യം. അതുകൊണ്ട് ആ ഒരു ക്ലാസ് കൊണ്ട് തന്നെ എന്റെ വീഡിയോ ഇപ്പൊ ഫുള്ളും 1K മേലെ അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം 50K മേലെ പോയി, പിന്നെ 35, 26 അങ്ങനെ എല്ലാ വീഡിയോസും നന്നായി. അല്ല, അതായത് നമ്മൾ ഈ മോണിറ്റൈസേഷൻ പറഞ്ഞു നടക്കുന്നതിന് പകരം ഇതുപോലെ വീഡിയോസ് കയറുമ്പോഴാണ് മോണിറ്റൈസേഷൻ ആയാൽ നമുക്ക് ഗുണമുണ്ടാവുക. കാരണം നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ വീഡിയോ ഇതുപോലെ 15,000 20,000 ഒക്കെ കയറി വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കൽ റവന്യൂവും കൂടും, സബും കൂടും, എല്ലാം കൂടും. അപ്പം അതിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അത് അങ്ങനത്തെ ചെയ്തുകൊണ്ടാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക. നമ്മുടെ ഭാഷക്കുള്ള ആ ഒരു തന്നെയല്ല. ഞാൻ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി കുറെ കാലമായി, 4 വർഷത്തോളം ഞാൻ ഈ ഒരു ഇതിൽ വന്നിട്ട്. എന്നിട്ട് എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം ഞാനൊരു ക്ലാസ്സിൽ കയറി 1 month ആയപ്പോഴേക്ക് തന്നെ മോണിറ്റൈസേഷൻ ആയി. അല്ല, അതെന്താ അറിയോ, ഇത്രയും കാലങ്ങൾ വീഡിയോ ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് ഡയറക്ഷനിലല്ല, അതായത് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. നിങ്ങൾ റോഡിൽ നിൽക്കുന്നുണ്ട് മാത്രമേ ഏത് ഭാഗത്തേക്കാണ് പോകണമെന്ന് അറിയണ്ടേ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ പോകേണ്ട റൂട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ ബസ് കയറി പോയി അവിടെ എത്തുകയും ചെയ്തു. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അല്ല, ഞാനിപ്പോ ഈ ഒരു വീഡിയോ കേൾക്കുന്ന ആളുകൾക്കും ഭയങ്കര എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, ഇനിയിപ്പോൾ നമ്മുടെ സക്സസ് മന്ത്രവാദം വരാണ്ടത്രേ, സക്സസ് മന്ത്ര ഗ്രൂപ്പിൽ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കൂ. എന്നോട് ഇങ്ങനെ ചോദിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. എന്ത് വരുന്നില്ലേ?
ആഡ്സ് കുറവുള്ള നമുക്ക് കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ, ഓഡിയൻസിന് കാണുന്നുണ്ടാവും. അല്ല ചിലര് എന്നോട് പറഞ്ഞു. അതന്നെ, അതല്ല ഈ ആഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 100 പേര് കാണുന്നെങ്കിൽ 100 പേർക്കും പോകുന്നില്ല, റാൻഡം ആയിട്ടുള്ള ആളുകൾക്കാണ് പോവുക. അത് മാറി മാറി വരും അത് കാണിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലെ ആഡ്സ് കാണിക്കണമെന്നൊന്നുമില്ല, അത് മാറും, ആ ആഡ്സ് കാണിക്കുന്നതൊക്കെ മാറും. അസ്മിൻ എന്തോ ചോദിച്ചു, പറഞ്ഞോ. സർ, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ബുക്കായിട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ തമ്മിൽ ഉണ്ടാക്കിയ ഫോട്ടോ കുറച്ച് ആനിമേറ്റ് ചെയ്തിട്ട് അത് വീഡിയോയിൽ ഫസ്റ്റ് ആഡ് ചെയ്ത പ്രശ്നം ഉണ്ടാവോ? ഇല്ല, അത് നമ്മൾ ഇല്ല ഇല്ല കാണുമ്പോൾ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും. അല്ല, അത് കുഴപ്പമില്ല. കാരണം AI ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും, ഉദാഹരണം ഞാൻ പറയും, കുക്കിങ്ങിലൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വലി നല്ല വിഷ്വൽ അല്ല. അപ്പം നിങ്ങൾ ഏകദേശം ആ വെജിറ്റബിളിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇപ്പം എനിക്കൊന്ന് മെറ്റയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന നല്ല വീഡിയോസ് ആക്കി തരും. അപ്പം അങ്ങനെയുള്ള പല മൊമെൻറ്റ്സും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ വീഡിയോൻ്റെ കൂടെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ AI ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. അത് കൂടുതൽ ഭംഗിയുണ്ടാവും. അത് യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന, യൂട്യൂബിന് അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഫുള്ളായിട്ട് AI ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ചെയ്യാം, പല വിഷ്വൽസും അതിൻ്റെ ഇടയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഹലോ സർ. പറയാം സർ, ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുള്ളേ സർ. അതിൽ പറയുന്ന കുറേ വാക്കൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ബുക്ക്, ഹീറോ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തതെന്ന് അറിയോ? നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, ഈ കണ്ടന്റിനെ കുറിച്ചിട്ടും ഹീറോ ഹബിനെ കുറിച്ചിട്ടുള്ള 2 ക്ലാസ്സുകൾ അതിനെക്കുറിച്ചിട്ടും, പിന്നെ 2 ക്ലാസ് പിന്നെ ഇതിൻ്റെ ഇമോഷണൽ മാപ്പിംഗ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. 3 ദിവസമായിട്ടുള്ളൂ ഞാൻ. അത് സക്സസ് മന്ത്രയിലാണോ ജോയിൻ ചെയ്തത്? അതെ സർ, അതെ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു സർ. ഇന്നത്തത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഷാനു, ഓക്കെ. ആരാണ് വന്നത്? പെട്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലായതാണ് ഇപ്പം പ്രശ്നം, കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കണമായിരുന്നു. അതെ, ഇന്നത്തെ ക്ലാസ് പെട്ടെന്ന് കേറാറില്ല. അല്ല, അത് എന്തെന്നറിയോ, ഇതിലിപ്പം നിങ്ങൾ ഞാനിപ്പോൾ AI വെച്ചിട്ട് ChatGPT വെച്ച് കാണിച്ചു തന്നു. അപ്പോൾ ChatGPTയിലും ഇത് യൂസ് ചെയ്യാം, ഇതേപോലെ ജെമിനിയിൽ യൂസ് ചെയ്യാം, പെർപ്ലക്സിറ്റിയിൽ യൂസ് ചെയ്യാം. അതെ അതെ. അപ്പം ChatGPTയിലാവുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ജെമിനിയിൽ ഞാൻ കൊടുത്തപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ജെമിനിയിൽ ഇത് വരുമ്പം കുറച്ച് ഡീറ്റെയിൽ മാത്രം വന്ന് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ChatGPTയിലാണ് എനിക്ക് കുറേയും കൂടി ഡീറ്റെയിൽ കിട്ടുന്നത്. പക്ഷേ പ്രശ്നം ChatGPTയിലേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ChatGPT തരുന്നത് അതുപോലെ കോപ്പി അടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് കുറച്ച് ഐഡിയാസ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോയിലെ ഒരു മെയിൻ തന്നെ ഇപ്പോൾ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് പൊതുവെ ഇങ്ങനെ കോണ്ടന്റിൻ്റെ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഹെൽപ്പാവുന്ന രൂപത്തിൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതാണ്. കാരണം ഇതുപോലെ ഇപ്പോൾ ആരും ഇതുപോലെ ഡാറ്റ വെച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലുള്ള ഡാറ്റ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ. കൂടുതലും ആളുകൾ ഇപ്പൊ ChatGPT ഇതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു പൊതുവായ ധാരണ ഉണ്ടെന്ന്. അതെ, പേര് വലിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പം ഇതിൻ്റെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ChatGPT അടക്കം എല്ലാത്തിലും ഉണ്ട്. നമ്മൾ പിന്നെ അതിലേക്ക് കടന്നിട്ട് കാര്യമില്ല. നമുക്ക് യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ, അതായത് യൂട്യൂബിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് വരുമ്പോൾ ഞാൻ ക്ലാസ്സുകളായിട്ട് എടുക്കാം, പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക.
എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അത് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. വലിയ ഡൗട്ട്സ് വരാൻ സാധ്യത കുറവാണ്, കാരണം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് പറഞ്ഞത്. പക്ഷേ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സംഭവമാണ്. കാരണം കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, അത് വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തിടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ChatGPT-നോട് ടൈറ്റിൽ കൂടി ചോദിക്കുക, ടൈറ്റിലും തമ്പനയിൽ എഴുതേണ്ടത് കൂടി ചോദിക്കുക. അപ്പോൾ അതും കൂടി കിട്ടും. അപ്പോൾ അത് മൂന്നെണ്ണം കറക്റ്റ് അലൈൻ ആകുന്ന സമയത്ത് ഹൂക്ക് കിട്ടി, തമ്പനയിൽ കിട്ടി, നിങ്ങൾക്ക് പിന്നെ ടൈറ്റിലും കിട്ടി. ഇതെല്ലാം കൂടി അലൈൻ ചെയ്തിട്ട് വരുന്ന സമയത്ത് അതിന് കൂടുതൽ വ്യൂസ് കൂടും. ഇപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ 20,000 50,000 ഒക്കെ വ്യൂസ് വരുന്ന രൂപത്തിലേക്ക് അതങ്ങ് കത്തി കയറും. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് എനിക്കറിയേണ്ടത്, ഇന്നിപ്പോൾ ഞാൻ ഈ എടുത്ത രൂപത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് തോന്നുന്നു, ഇങ്ങനെ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമോ, അല്ലെങ്കിൽ സാധാരണ എൻ്റെ രീതിയിലുള്ള അവതരണങ്ങൾ മതിയോ, അതുണ്ടാവും കേട്ടോ. അതെപ്പോഴും ഇതുപോലെയല്ല, അതും ഉണ്ടാവും ഇതും ഉണ്ടാവും. കാരണം നമ്മൾ പല രീതിയിലുള്ള, നിങ്ങൾ പരീക്ഷിക്കുന്ന പോലെ തന്നെ ഞാനും പല രീതിയിലുള്ള കണ്ടൻറ്റുകളെ പരീക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.